यशोदा केला नवनीत चोर गोपाल नवनीत चोर गोपाल 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 गोवर्धनधर गोपाल 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 गोवर्धनधर गोपाल चित्तचोरा यशोदा के लाल चित्तचोरा यशोदा के लाल नवनीत चोर गोपाल नवनीत चोर गोपाल 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 गोवर्धनधर गोपाल 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 गोवर्धनधर गोपाल चित्तचोरा यशोदा के लाल चित्तचोरा यशोदा के लाल नवनीत चोर गोपाल नवनीत चोर गोपाल 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 गोवर्धनधर गोपाल 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 गोवर्धनधर गोपाल। जय बोलो नवनीत चोर भगवान की जय। കണ്ണൻ വെണ്ണ തിന്നുന്നത് കണ്ടപ്പോഴാണ് യശോദ തൻ്റെ ഗുരുനാഥനായ ശാണ്ഡില്യ മഹർഷിയോട് പ്രാർത്ഥിച്ചു. കണ്ണൻ വെണ്ണ എപ്പോഴും മോഷ്ടിച്ച് തിന്നുന്നുണ്ട്. ഇങ്ങനെ മോഷണ സ്വഭാവം ആദ്യം നല്ല സ്വഭാവം ഉണ്ടാവണം, കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടാവണം. അതിന് എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു ശാണ്ഡില്യ മഹർഷി, സംകഷ്ടി വ്രതം ചെയ്തോളൂ. സങ്കടഹര ചതുർത്ഥി, കറുത്ത വാവ് ചതുർത്ഥി ദിവസം മഹാഗണപതിക്ക് മോദകം നേദിച്ച് പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ മഹാഗണപതിയെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ബുദ്ധി നേരാവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മഹാഗണപതി തല ഇങ്ങനെ വലുതായിരിക്കുന്നു പറഞ്ഞാൽ അത്രയും ബുദ്ധിയാണ്. അതുകൊണ്ട് മഹാഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം അങ്ങനെ 5 പ്രാവശ്യം ഇങ്ങനെ, ഇവിടെയാണ് അമൃത കലശം ഉള്ളത്. ഇങ്ങനെ തട്ടി എന്തെങ്കിലും മറന്നു പോയാൽ ഇങ്ങനെ തട്ടിയാൽ ഓർമ്മ ഉണ്ടാവും. ഇവിടെ തട്ടിയിട്ട് കാര്യമില്ലേ, ഇവിടെ തട്ടണം. അതാണ് മഹാഗണപതിയുടെ അതേപോലെ ഏറ്റമിടുന്നതും അതിനു വേണ്ടിയാണ്. രണ്ട് ചെവി പൊടിച്ച് ഇപ്പോഴാണ് അമേരിക്കക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. സൂപ്പർ ബ്രെയിൻ യോഗ അതിന് പേര് വെച്ചിട്ടുണ്ട്. അത് പണ്ടേ നമ്മുടെ മഹാത്മാക്കൾ പറഞ്ഞതാണ്. മഹാത്മാരുടെ മുമ്പിൽ ഇങ്ങനെ ഏറ്റം ഇട്ടാൽ മതി. പക്ഷേ പണ്ടൊക്കെ ഏറ്റം ഇടുമ്പോൾ ഇങ്ങനെ തല താഴ്ത്തി തന്നു. ഇപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പോകും. അങ്ങനെ തല താഴ്ത്തി വേണം. ഇപ്പം മഹാഗണപതിയെ പ്രാർത്ഥിച്ചോളൂ പറഞ്ഞു. ഉടനെ യശോദാദേവി സങ്കടഹര ചതുർത്ഥി ദിവസം മഹാഗണപതി ഫോട്ടോവും വച്ച് മോദകം തയ്യാർ ചെയ്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്തജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം മൂഷികവാഹനമോദകഹസ്ത ചാമരകർണവിലംബിതസൂത്ര വാമനരൂപമഹേശ്വരപുത്ര വിഘ്നവിനായകപാദ നമസ്തേ. അങ്ങനെ കണ്ണടച്ച് യശോദ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയോട് കണ്ണൻ ചോദിച്ചു, അമ്മേ ഇന്ന് എന്താ വിശേഷം? ഇന്ന് സങ്കഷ്ടിയാണ്. ഇന്ന് മഹാഗണപതിക്ക് മോദകം നേദിച്ചാൽ സങ്കടമൊക്കെ മാറും. അപ്പോൾ കണ്ണൻ ചോദിച്ചു, അമ്മേ നിനക്ക് എന്താ സങ്കടം? നീ ജനിക്കും മുമ്പ് ഒരു സങ്കടവും ഇല്ലേ? ഇപ്പം നീ ജനിച്ച ശേഷമാണ്. നിനക്ക് നല്ല ബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയാണ് മഹാഗണപതിയെ പ്രാർത്ഥിക്കുന്നു. അമ്മ എനിക്കൊന്ന് മോദകം തരുമോ? ഇപ്പോൾ ഇല്ല, നേദിച്ച ശേഷം തരാം. കണ്ണടച്ച് യശോദ പ്രാർത്ഥിക്കുമ്പോഴാണ് കണ്ണൻ നോക്കി. ഇന്നലെ പൂജ കഴിയാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നു. അതുവരെ ക്ഷമയില്ല കണ്ണനക്ക്. അമ്മ കണ്ണടിച്ചിരിക്കുന്ന സമയത്ത് പതുക്കെ ആ മോദകത്തിൻ്റെ പാത്രം അടപ്പ് തുറന്നു വച്ചു. പിന്നെ ഓരോരോ വേണ്ട സമയത്ത് 4 കൈ ഉണ്ടാവും. ഓരോരോ കയ്യിലും 4 മോദകം എടുത്ത് അടച്ചു വെച്ച് ഭഗവാൻ ഓടി. യശോദ കണ്ണടച്ച് ധ്യായാമി ആവാഹയാമി സുമുഖായ നമഃ ഏകദന്തായ നമഃ അങ്ങനെ പൂജ ഒക്കെ ചെയ്ത്
മോദകം തുറന്ന് നോക്കുമ്പോൾ ഒരു മോദകവും ഇല്ലേ. കണ്ണാ എവിടെ? കണ്ണൻ പറഞ്ഞു മഹാഗണപതിനെ തിന്നിട്ടുണ്ടാകും. അല്ല മഹാഗണപതി അങ്ങനെ തിന്നാറില്ലല്ലോ, അല്ല പിള്ളയാറാണ് തിന്നത്. ഏത് പിള്ളയാണ്? നിൻ്റെ പിള്ളയാണ്. നിൻ്റെ പിള്ളയാർ പറഞ്ഞപ്പോൾ യശോദയ്ക്ക് സംശയമായി. ഒന്ന് ഊതാൻ പറഞ്ഞു. ഊതിയപ്പോഴാണ് മനസ്സിലായി കണ്ണൻ ഈ മോദകം കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു? കണ്ണൻ്റെ 2 കൈയും കൊണ്ട് കട്ടിയിട്ടു. പിന്നെ വീണ്ടും മോദകം തയ്യാർ ചെയ്ത് വെച്ചു. കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം. കണ്ണൻ നോക്കി. പണ്ട് ചെറിയ ശ്ലോകമായിരുന്നു, ഇപ്പോൾ വലിയ ശ്ലോകമായല്ലോ. എന്നാലും കൂടുതൽ സമയം എടുക്കും. ഇപ്പോൾ കണ്ണനക്ക് എടുക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ മഹാഗണപതിയെ നോക്കി, ഒറ്റയ്ക്ക് കഴിക്കരുത് കേട്ടോ. അപ്പോൾ മഹാഗണപതി എന്ത് ചെയ്തു? പ്രത്യക്ഷമായി വന്നു. ഉണ്ണിക്കണ്ണനോട് പറഞ്ഞ് പേടിക്കണം, ഞാൻ തരാമെന്ന്. ഉണ്ണിക്കണ്ണനെ എടുത്ത് മടിയിൽ വെച്ചു. മഹാഗണപതി തന്നെ ആ മോദകത്തിൻ്റെ അടപ്പ് തുറന്ന് ഓരോരോ മോദകം എടുത്ത് കണ്ണൻ്റെ വായിൽ കൊടുത്തു. സ്വയം 2 കഴിച്ചു. ഇപ്പോൾ പൂജ എന്തിനാ ചോദിച്ചാൽ കണ്ണനക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ് മഹാഗണപതി പൂജ തുടങ്ങി. പക്ഷേ എന്തായി? കണ്ണനോട് ചേർന്ന് മഹാഗണപതിയും ചീത്തയായി. 2 പേരും ഒരുമിച്ച് കഴിച്ചു. അടപ്പ് അടച്ചു വച്ചു. മഹാഗണപതി വീണ്ടും ഫോട്ടോവായി മാറി. യശോദ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ധ്യായാമി ആവാഹയാമി സുമുഖായ നമഃ ഏകദന്തായ നമഃ അർച്ചനമൊക്കെ നടത്തി നേദിക്കാൻ ഡപ്പ തുറക്കുമ്പോൾ മോദകമില്ല. കണ്ണാ മോദകം എവിടെ? ഞാൻ പറഞ്ഞല്ലേ നീ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് മഹാഗണപതി കഴിക്കുന്നുണ്ട്, എനിക്കും തന്നു. അപ്പോൾ യശോദയ്ക്ക് സന്തോഷം. എന്നാൽ നമ്മൾ നേദിക്കുമ്പോൾ തന്നെ മഹാഗണപതി സ്വീകരിച്ചില്ലേ, സന്തോഷമായി. ഇത് കഥ മഹാരാഷ്ട്രത്തിലുള്ള മഹാത്മാവാണ് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൻ്റെ നമുക്ക് രൂപം കാണണമെങ്കിൽ ഇവിടെ കേരളത്തിൽ കോട്ടയം അടുത്ത് മല്ലിയൂർ, അവിടെ മഹാഗണപതിയുടെ മടിത്തട്ടിൽ ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നതായിട്ട് സങ്കല്പം. കാരണം അവിടുത്തെ മല്ലിയൂർ ശങ്കരൻ നമ്പൂതിരി അവിടെ മഹാഗണപതി ആ തുമ്പിക്കലെ അടുത്ത് കൃഷ്ണ ശാളഗ്രാമം വെച്ച് പൂജിച്ച് അങ്ങനെ കൃഷ്ണൻ്റെയും അതേപോലെ മഹാഗണപതിയും സാന്നിധ്യം അങ്ങനെ ഉള്ള ചിത്രം അവിടെ കാണാം. ഇവിടെ അടുത്തുള്ള മഹാഗണപതി ക്ഷേത്രത്തിൽ ആ ഫോട്ടോ വച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ പോയാലും കാണാം, നമ്മുടെ അടുത്തിരിക്കുന്ന ഗണപതി ക്ഷേത്രത്തിലും. അങ്ങനെ മഹാഗണപതിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് നല്ല ബുദ്ധി ഉണ്ടാവും. അതുകൂടി ഭഗവാൻ കാണിച്ചു. ഗോകുലത്തിലിരിക്കുന്ന വെണ്ണ തിന്ന കണ്ണൻ ഒരു ദിവസം മണ്ണ് തിന്നാൻ തുടങ്ങി. മണ്ണ് തിന്നത് കണ്ടപ്പോൾ യശോദ കുട്ടികളോട് പറഞ്ഞു, കണ്ണൻ മണ്ണ് തിന്നാൽ എന്നോട് വന്ന് പറയണം. കുട്ടികളുടെ ഒരു ചുമതല ഏൽപ്പിച്ചാൽ കൃത്യം ചെയ്തോളും. ഇത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന ചുമതല ഏൽപ്പിച്ചാൽ മതി, കൃത്യം ചെയ്തോളും. കുട്ടികളൊക്കെ പറഞ്ഞു കണ്ണൻ മണ്ണ് തിന്നുന്നുണ്ട്. യശോദ അവിടെ വന്നു. മണ്ണ് തിന്നുപോ ചോദിച്ചപ്പോൾ ഇല്ലയേ പറഞ്ഞു. ഒന്ന് വായ തുറക്കും. ചെറിയ വായി തുറന്ന് നോക്കിയപ്പോഴാണ് കുറച്ച് മണ്ണ് തിന്നിട്ടുണ്ടാവും. നോക്കുമ്പോഴാണ് സാദ്രി ദ്വീപാബ്ദി ഭൂഗോളം സവായുവഗ്നേന്ദു താരകം. ഈ ലോകം മുഴുവനും കണ്ടു. അതിൻ്റെ ഉള്ളിൽ ഒരു യശോദാ കണ്ണൻ, ആ കണ്ണൻ്റെ ഉള്ളിൽ ലോകം, അതിൻ്റെ ഉള്ളിൽ യശോദാ കണ്ണൻ. ഇങ്ങനെ പല രൂപം കണ്ടപ്പോൾ യശോദ വിസ്മയിച്ചു, മനസ്സിലാക്കി. അന്ന് ഗർഗാചാര്യൻ പേരിടാൻ വന്നപ്പോൾ പറഞ്ഞല്ലേ, നിൻ്റെ മകൻ സാധാരണ ഒന്നില്ലേ, നാരായണ സമോ ഗുണൈഹി, നാരായണക്ക് സമം പറഞ്ഞിട്ടുണ്ട്. ആ നാരായണനാണ് എൻ്റെ മകനായി വന്നിരിക്കുന്നത് മനസ്സിലാക്കി യശോദ കൈകൂപ്പി നമസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ണൻ വിചാരിച്ചു, നമ്മളെ നമസ്കരിക്കാനും തൊഴാനും ഗുരുവായൂരിലും തിരുപ്പതിലും തിരക്കിന് നിറച്ച ആളുകൾ വരുന്നുണ്ട്. നമ്മളെ ലാളിക്കാൻ ഒരു അമ്മയേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ ജ്ഞാനം വേണ്ട വിചാരിച്ച് ഒന്ന് ചിരിച്ചു. ഹാസോ ജനോന്മാദ കരീച്ച മായ, ഭഗവാന്റെ പുൻചിരിയാണ് മായ. ഭഗവാൻ കൊണ്ട് ചിരിച്ചപ്പോൾ യശോദ എല്ലാം മറന്നു. കണ്ണനെ എടുത്തുകൊണ്ടുപോയി. ആ ഗ്രാമത്തിൽ ഒരു മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശിയാണ് കുട്ടികൾക്ക് വൈദ്യം ചെയ്യുന്ന ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. ആ മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു, കണ്ണൻ മണ്ണ് തിന്നിട്ടുണ്ട്, എന്ത് ചെയ്യും? ആ മുത്തശ്ശി പറഞ്ഞു, ഒരു കഷായം കൊടുത്താൽ മതി, ഞാൻ പറയുന്ന സാധനമൊക്കെ എടുത്തോളൂ. കുറച്ച് കുരുമുളക്, ജീരകം, പിന്നെ ചുക്ക്, ഇങ്ങനെയൊക്കെ ഓരോരോ സാധനം പറയുമ്പോൾ ഈ ഇതിൽ ഒരു മധുര സാധനം ഒന്നും പറ്റില്ല, എല്ലാം എരിവുള്ള സാധനം. അമ്മയെ വേണ്ട വേണ്ട, മറന്ന് വേണ്ട പറഞ്ഞു. എന്നാലും യശോദ ആ സാധനമൊക്കെ മേടിച്ച് അതുകൊണ്ട് ഒരു കഷായം ഉണ്ടാക്കി കണ്ണനെ കൊടുക്കാൻ വേണ്ടി മടിയിൽ ഇരുത്തി കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ ഇങ്ങനെ ചാടി പകുതി മറന്ന് താഴെ വീണു. പിന്നെ എന്ത് ചെയ്യും? കുറച്ചേ ഉള്ളൂ. അത് എങ്ങനെയെങ്കിലും കണ്ണനക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച് ബലറാമ ഇവിടെ ബലറാമനെ വിളിച്ചു. കണ്ണനെ മടിയിൽ കിടത്തി അവൻ ചാടാതിരിക്കാൻ വേണ്ടി കാല് 2 കാലം കൊണ്ട് അമർത്തി പിടിച്ചു. ബലറാമ കൈ 2 പിടിച്ചോളൂ. ബലറാമൻ 2 കൈയും പിടിച്ചു. പിന്നെ കണ്ണൻ്റെ വായിൽ കൊടുക്കാൻ പുറപ്പെട്ടപ്പോഴാണ് നന്ദഗോപൻ അവിടെ വന്നു. എന്താ കുട്ടിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം, മരുന്ന് കൊടുക്കണം.
അപ്പോൾ കണ്ണൻ അപ്പോൾ വേണ്ട ഇങ്ങനെ ഇങ്ങനെ വില്ല് പോലെ വളയുന്നുണ്ട്. അപ്പോൾ നന്ദഗോപൻ പറഞ്ഞു, ഇന്ന് ഞാൻ യമുനയിൽ കുളിക്കാൻ ചെന്നപ്പോൾ എൻ്റെ കളിയിൽ മഴമായിട്ട് ഏതോ സാധനം കിട്ടി, എടുത്തു നോക്കുമ്പോൾ ഒരു നല്ല ശംഖ് കിട്ടി. എന്താ? അപ്പോൾ യശോദ പറഞ്ഞു, നല്ല പുണ്യം കിട്ടി നിങ്ങൾ ശംഖ് കൊടുത്തത്. കാരണം ഈ കണ്ണനക്ക് മരുന്ന് കൊടുക്കാൻ എനിക്കിപ്പോൾ ഒരു സാധനം കിട്ടിയില്ലേ. ആ നന്ദഗോപൻ കയ്യിൽ നിന്ന് ശംഖ് വാങ്ങി അതിൽ ആ മരുന്ന് ഒഴിച്ച് കണ്ണൻ്റെ വായിൽ വച്ചപ്പോഴാണ് ആ ശംഖ് കണ്ണനോട് പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ച് വന്നില്ലേ, ഇപ്പം നിൻ്റെ വായെടുത്ത് വരാൻ വേണ്ടി ഞാനാണ് അച്ഛൻ്റെ കയ്യിൽ വന്നതാണ്. അങ്ങനെ ശംഖ് കാര്യം പറയുമ്പോൾ കണ്ണൻ അത് കേട്ടിരിക്കുന്ന സമയത്ത് പതുക്കെ അങ്ങനെ മരുന്നും കൊടുത്തു. പിന്നെ മരുന്ന് എരിവുള്ള സാധനമല്ലേ, അതുകൊണ്ട് മരുന്ന് കൊടുത്ത ശേഷം കുറച്ച് പാലും കൊടുത്ത് കണ്ണനെ ഉറക്കി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് യശോദ തൈര് കലക്കുന്ന സമയത്താണ് കണ്ണൻ്റെ പാട്ടും പാടി തൈര് കലക്കുന്നു. ചിന്ന ചിന്ന കണ്ണനവൻ ശൃംഗാരവണ്ണൻ திருட்டுகளும் புரட்டுகளும் செய்வதில் மன்னன் சின்ன சின்ன கண்ணனவன் சிங்காரவண்ணன் திருட்டுகளும் புரட்டுகளும் செய்வதில் மன்னன் வெண்ணையும் பாலும் திருடி தின்பானாம் வெறும் சட்டியானால் போட்டுடைப்பானாம் சின்ன சின்ன கண்ணனிவன் சிங்காரவண்ணன் திருட்டுகளும் புரட்டுகளும் செய்வதில் மன்னன் என்னடி கோபிமா எங்கே போரே சொல்லம்மா என்று கேட்டு பின்னலை இழுப்பானாம் சின்ன சின்ன கண்ணனிவன் சிங்காரவண்ணன் திருட்டுகளும் புரட்டுகளும் செய்வதில் மன்னன் எங்கும் நிறைந்தவனாம் எல்லாமே அறிந்தவனாம் தூணில் மறைந்தவனாம் மனதில் நிறைந்தவனாம் சின்ன சின்ன கண்ணனவன் சிங்காரவண்ணன் திருட்டுகளும் புரட்டுகளும் செய்வதில் மன்னன் யானி யானீக கீதானி தத் பாலச்சரிதானி ச ദധി നിർമ്മന്ഥനേ കാലേ സ്വയം സ്മരന്തി താന്യഗായത. ആ ഭഗവാന്റെ പാട്ടുകളും പാടി തൈര് കലക്കുന്ന സമയത്താണ് നമ്മുടെ പാട്ട് ശബ്ദം കേട്ട് കണ്ണൻ ഉണർന്ന് ഇന്നലെ പട്ടുകാണകം ഒടിപ്പിച്ചിരുന്നു. അതേന്തായി മുൻവശം ഒന്നുമില്ലേ, പിൻവശം മാത്രം ഹനുമാൻ്റെ വാള് ഇങ്ങനെ തൂങ്ങി വരുന്നു. അങ്ങനെ കണ്ണൻ ഓടി വന്നു അമ്മയുടെ അടുത്ത് വന്ന് പാല് വേണം പ്രാർത്ഥിച്ചപ്പോൾ കണ്ണനെ മടിത്തട്ടിൽ വെച്ചു. പാലും കൊടുത്ത് മുളപ്പാലും കൊടുത്ത് തൈര് കലക്കുന്ന സമയത്താണ് അടുപ്പത്ത് പാൽ വെച്ചിരുന്നു യശോദ. അതും കണ്ണനക്ക് വേണ്ടിയാണോ? അടുപ്പത്ത് വെച്ചിരുന്ന പാൽ നോക്കി കണ്ണൻ അമ്മയുടെ പാൽ കുടിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളെ സ്വീകരിക്കില്ലേ വിചാരിച്ച് ആ പാൽ ചെയ്ത് അതിന് തിളച്ച് പോകാൻ തുടങ്ങി. അങ്ങനെ പാൽ തിളയ്ക്കുന്നത് കണ്ടപ്പോഴാണ് യശോദ എന്ത് ചെയ്തു, ഈ ഉണ്ണിക്കണ്ണനെ ഇറക്കി വെച്ചു. ആ പാൽ എടുക്കാൻ പുറപ്പെട്ടപ്പോഴാണ് കണ്ണനക്ക് ദേഷ്യമായി. അവിടെ ഒരു കല്ലും ഉണ്ടായിരുന്നു, കല്ല് കൊണ്ട് തൈരുകളം പൊട്ടിച്ചു. പിന്നെ ആ വെണ്ണക്കളം മാത്രം കയ്യിലെടുത്ത് ആ തൈരിൽ കാല് വെച്ച് അങ്ങനെ തോട്ടത്തിൽ ചെന്നപ്പോഴാണ് അവിടെ ഒരു ഉരൽ, അവിടെ ഉരലിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഉലൂഖലാംഘ്രേരുപരി വ്യവസ്ഥിതം മർക്കായ കാമം ദദതം ശിചിസ്ഥിതം ഹയ്യംഗവം ചൗര്യവിശങ്കിതേ ക്ഷണം നിരീക്ഷ്യ പശ്ചാത് സുതം ആഗമച്ഛനൈ. അവിടെ ഉരുളിലെ മേലിൽ കയറിയിരുന്ന് ഇങ്ങനെ വെണ്ണ കഴിക്കുന്ന സമയത്താണ് ഒരു കുരങ്ങൻ അവിടെ വന്നു. സാധാരണ കുരങ്ങനൊക്കെ കുട്ടികളെ കയ്യിലും തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. ഇത് സാധാരണ കുരങ്ങനില്ലേ, സാക്ഷാത് ഹനുമാൻ സ്വാമിയാണ് അവിടെ വന്ന് എനിക്കൊന്ന് പ്രസാദം തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, എന്തായാലും നമുക്ക് പല വിധത്തിൽ സഹായം ചെയ്തിട്ടുണ്ട് രാമാവതാരത്തിൽ, അപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റാതായി, ഇപ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ച് ഭഗവാൻ വെണ്ണ ഒക്കെ ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു. ബാക്കിയുള്ളത് മുഴുവൻ പൂശി ശരീരത്തിൽ. അന്ന് തുടങ്ങിയതാണ് ഹനുമാനക്ക് വെണ്ണക്കാപ്പ്. ഹനുമാനക്ക് വെണ്ണ ചാർത്തുന്നത് തുടങ്ങി വെച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അങ്ങനെ വെണ്ണ ചാർത്ത് അങ്ങനെ കണ്ണൻ ഇവിടെ ഹനുമാനക്കും വെണ്ണ കൊടുത്ത് സ്വയം കഴിക്കുന്ന സമയത്താണ് അമ്മ വരേണ്ട ആ ഗൊളിച്ചിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആ വെണ്ണക്കളം പൊട്ടിച്ച് ഓടാൻ തുടങ്ങി. പുറകിൽ യശോദ ഓടി വരുന്നു. ഇവിടെ സുഖാചാര്യൻ പറയുന്നു, യോഗിനാം തപസേരി തമ്മണഹ. യോഗികളുടെ മനസ്സ് കൊണ്ട് തന്നെ പിടിക്കാൻ പറ്റാത്ത ആളാണ്. കാരണം മനസ്സാണ് ഏറ്റവും വേഗത്തിൽ പോകുന്ന സാധനം. ഇവിടെ നിന്നും അമേരിക്ക പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പോയിക്കോളും. ഈ മനസ്സ് അമേരിക്ക പോകാൻ പാസ്പോർട്ട് വിസ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് പോയി വരും.
ഇപ്പം പാലക്കാട്ടിലും അമേരിക്കപ്പെട്ട് എന്നല്ലോ ഒരു ക്ഷണത്തിൽ. അത്ര വേഗത്തിലെത്തുന്ന മനസ്സുകൊണ്ട് പോലും പിടിക്കാൻ പറ്റാത്ത കണ്ണനെ എങ്ങനെ പിടിക്കും അങ്ങനെ യശോദയോട് ചോദിക്കുന്നു ശുകാചാര്യൻ. അപ്പോൾ കണ്ണൻ വിചാരിച്ചു, യോഗികൾക്ക് കിട്ടിയിട്ടില്ലേ പറഞ്ഞാൽ അത് പെരുമയാണ്, പക്ഷേ അമ്മയ്ക്ക് കിട്ടാതായാൽ പെരുമയാവണില്ലേ? അമ്മ ഭക്തയല്ലേ, അതുകൊണ്ട് അമ്മയുടെ അടുത്ത് സ്വയം വന്നു. അമ്മ എന്നെ പിടിച്ചോളൂ പറഞ്ഞപ്പോൾ അമ്മ പിടിച്ചു. ആ ഉരലിൽ കട്ടിയിടാൻ ശ്രമിക്കുമ്പോൾ കയറും ഇല്ല. കട്ട കയറിയില്ലയേ ഉന്നൈ അടിക്ക മനം വരലയേ കട്ടീന ഉരലോട് എൻ ചെല്ലമേ ഓടി വാടാ വാടാ കണ്ണ വാടാ ഓടി വാടാ മുത്തം താടാ வரமாட்டேன் என்று நீயும் சொல்லலாமோ എന്തുരയേ. കട്ട കയറിയില്ലേ? അപ്പോൾ ഗോപികമാർക്ക് കയർ കൊണ്ട് കൊടുത്തു. ഗോപികമാർ കൊടുത്ത കയർ കൊണ്ടുവന്ന് കട്ടുമ്പോൾ 2 അങ്കുളം കയർ കമ്മിയായി. വീണ്ടും ഒരു കയർ ചേർത്തു, ഒരു ചുറ്റുപോൽ വീണ്ടും. ഇതാണ് 2 അങ്കുളം കയർ കമ്മിയാകുന്നു പറഞ്ഞാൽ ജങ്കുലോണം അഭൂത്തേന്. 2 അങ്കുളം പറയുന്നത് 2 സാധനമാണ്. കർമ്മം കൊണ്ടും ജ്ഞാനം കൊണ്ടും ഭഗവാനെ കട്ടിയിടാൻ പറ്റില്ലേ? കർമ്മം അത് കർമ്മം കൊണ്ട് കട്ടിയിടാൻ പറ്റില്ല. കാരണം കർമ്മം പറയുന്നത് ശുദ്ധമായിട്ട് ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ല. ഏത് കർമ്മത്തിലും എന്തെങ്കിലും ഒരു ദോഷമുണ്ടാവും. അതുകൊണ്ട് കർമ്മം കൊണ്ടും കട്ടിയിടാൻ പറ്റില്ല. ജ്ഞാനികൾക്ക് കട്ടാൻ പറ്റില്ല. കാരണം ജ്ഞാനികൾ തന്നെ സ്വയം ഭഗവാന്റെ സ്വരൂപമായതുകൊണ്ട്. അപ്പോൾ ജ്ഞാനികൾക്കും കർമ്മികൾക്കും കിട്ടാത്ത ആളാണ്. അതാണ് 2 അങ്കുളം കമ്മിയായിരിക്കുന്നു. പിന്നെ അഹങ്കാരം, ഞാൻ വിചാരിച്ചാൽ എന്തും ചെയ്യും, അങ്ങനെ അഹങ്കാരം മമകാരം ഉണ്ടെങ്കിലും ഭഗവാനെ കട്ടിയിടാൻ പറ്റില്ല. അതാണ് ഭക്തന്മാർ പാടുന്നു, പற்றுടൈ അടിയവർ കെളിയവൻ പിരറുകലുക്കരിയ വിത്തകൻ. പറ്റ് ഭക്തി കൊണ്ട് മാത്രമേ കട്ടിയിടാൻ പറ്റുള്ളൂ. അങ്ങനെ യശോദ വളരെ ശ്രമിച്ച് കട്ടിയിടാൻ പറ്റാതെ അങ്ങനെ യശോദയ്ക്ക് വേർക്കാൻ തുടങ്ങിയപ്പോഴാണ് കണ്ണൻ പറഞ്ഞു, അമ്മേ ഞാൻ വെണ്ണ കഴിച്ച് എൻ്റെ വയറ് വീർത്ത് പോയിട്ടുണ്ട്, അതാണ് കട്ടിയിടാൻ പറ്റുന്നില്ലേ, ഞാൻ വയറ് ഒരു ചെറുതാക്കാം. ഇങ്ങനെ വലുതൊന്നും ഒന്നുകൂടി ചെറുതാക്കി. അപ്പോൾ കണ്ണൻ തന്നെ സ്വയം കയറ് കൊടുത്തു. എന്നാൽ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ ഭഗവാനെ കട്ടിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാൻ കയറ് കൊടുത്തപ്പോൾ അങ്ങനെ കട്ടിയിട്ടു യശോദ. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പാചകപ്പറയിലൊക്കെ ചെന്നു. അപ്പോൾ കണ്ണൻ ചെയ്തു, ആ ഉരളും കവിഴ്ത്തി സ്വയം മാട് പോളിയും ഈ ഉരൾ വണ്ടി പോലെ ഇങ്ങനെ വലിച്ചു കൊണ്ട് പോകുന്നു. അവിടെ കുബേരൻ്റെ പുത്രന്മാർ നളകൂബരൻ മണിഗ്രീവൻ 2 പേർ മറമായിട്ട് ജനിച്ചിരിക്കുന്നു. അവർ 2 പേരും കല്ല് കുടിച്ച് നാരദൻ്റെ അടുത്ത് വന്ന് വീണു. അപ്പോൾ നാരദൻ എന്താ ശപിക്കേണ്ടത്? കല്ല് കുടിച്ച് എൻ്റെ അടുത്ത് വന്നില്ലേ, കല്ല് കടവാതിലിൽ മറമായി ജനിക്കണം, അങ്ങനെയല്ലേ ശപിക്കേണ്ടത്? ഇതാണ് നാരദൻ്റെ കാരുണ്യം. കല്ല് കുടിച്ച് എൻ്റെ അടുത്ത് വന്നില്ലേ, നീ കണ്ണൻ വീട്ടിൽ മറമായി ജനിച്ചോളൂ. നിങ്ങളുടെ ഇടയിൽ കണ്ണൻ ചെന്നാൽ നിങ്ങൾക്ക് ശാപവിമോചനം. അങ്ങനെ നാരദൻ പറഞ്ഞിട്ടുണ്ട്. ആ നാരദൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി സത്യം കർത്തും വചോഹരിഹി, നാമം ജപിക്കുന്ന അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് അസത്യമാവാൻ പാടില്ലേ. അതിനുവേണ്ടി ഭഗവാൻ ആ മരത്തിൻ്റെ ഇടയിൽ ഉണ്ണിക്കണ്ണൻ അപ്പുറം ചെന്നു. പക്ഷേ കണ്ണൻ ചെറിയ കണ്ണനായത് അപ്പുറം ചെന്നു. ഉരൾ വലുതല്ലേ, അത് ഇടയിൽ സ്റ്റക്കായി പോയി. ഇന്ന് വലിച്ച് നോക്കിയത് വരണ്ടില്ലേ. അവസാനം 2 കൈ കൊണ്ടുവന്ന് അമർത്തിയപ്പോൾ മരം ചട്ടപ്പെട്ട വീണു. ആ മരത്തിൽ നിന്നും നളകൂബരൻ മണിഗ്രീവൻ ഗംഭീര സ്തുതി ചെയ്യുന്നു. വാണി ഗുണാണു കഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർണക സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസ്സതാം ദർശനേസ്തു ഭവത്തനൂണാം. ഭാഗവതത്തിൽ നല്ല പ്രാർത്ഥനകൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ 10ാമത്തെ സ്കന്ധം 10ാമത്തെ അധ്യായം 38ാമത്തെ ശ്ലോകം. നല്ല പ്രാർത്ഥനയാണ്, ഭഗവാനോട് ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. വാണി ഗുണാനുകഥനേ, ഭഗവാനെ എൻ്റെ വാക്കുകൾ എപ്പോഴും നിൻ്റെ ഗുണങ്ങളെ പാടണേ. ഞങ്ങളുടെ ചെവികൾ നിൻ്റെ കഥകളെ കേൾക്കണം. ഞങ്ങളുടെ കൈകൾ നിനക്ക് മാല കെട്ടാനും വിളക്ക് കൊളുത്താനും അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണം. മനസ്സ് നിൻ്റെ പാദത്തിലാവണം, ശിരസ് നിൻ്റെ പാദത്തിലാവണം. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളും ഭഗവാനക്ക് സമർപ്പിക്കുമ്പോൾ കണ്ണ് കൃഷ്ണ നിന്നെ കാരണം അത് പറഞ്ഞിട്ടില്ല. കണ്ണ് എന്ത് ചെയ്യണം? ദൃഷ്ടിഹി സതാം ദർശനേസ്തു ഭവത്തനൂണാം. ഞങ്ങളുടെ കണ്ണുകൾ സജ്ജനങ്ങളെ കാണണം. കാരണം സജ്ജനങ്ങളെ കണ്ടുമുട്ടുമ്പോഴേ ബാക്കി ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ അടുത്ത് പോകുള്ളൂ.
അങ്ങനെ നിൻ്റെ സ്വരൂപമായിരിക്കുന്ന സജ്ജനങ്ങളെ കാണാനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ച് അവർ പുറപ്പെട്ടു. ഭഗവാൻ കട്ടിയിട്ട് കണ്ണനെ അഴിച്ചുവിടാതെ തന്നെ പോയി. എന്താ കാരണം? അവർ വിചാരിച്ചു നമ്മളെ അഴിച്ചുവിട്ട ആളല്ലേ ഭഗവാൻ, ഈ കണ്ണനെ കട്ടിയ ആൾ തന്നെ അഴിച്ചു വിട്ടോട്ടെ വിചാരിച്ച് പുറപ്പെട്ടു പോയി. പിന്നെ നന്ദഗോപൻ അഴിച്ചുവിട്ടു. അപ്പോൾ എന്താ, ഈ ഭഗവാന്റെ ആ വയറ്റിൽ ആ കയറ് അടയാളമായി ചിഹ്നമായി പോയി. അതുകൊണ്ടാണ് ഭഗവാനക്ക് ദാമോദരൻ. ഈ ഭഗവാനെ കട്ടിയിട്ട് ആ അധ്യായത്തിൻ്റെ പേരെന്താണ്? ഗോപി പ്രസാദോ നാമ നവമോദി. ഗോപി പ്രസാദം, ഗോപിക്ക് പ്രസാദമായി ഭഗവാൻ കൊടുത്തു. അങ്ങനെ വിചാരിക്കണ്ട. ഗോപിയായ യശോദ കണ്ണനക്ക് പ്രസാദം കൊടുത്തതാണ്. എന്താ? ഈ കട്ടിയിട്ട് അടയാള ചിഹ്നം. കാരണം അമ്മയെ മറക്കരുത്. പണ്ടത്തെ കുട്ടികളൊക്കെ എവിടെയാണ്, എൻ്റെ അമ്മ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ചൂട് വെച്ചതാണ്, കമ്പി കൊണ്ട് കണ്ടോളൂ കാണിക്കും. അങ്ങനെ അമ്മയെ ഒരുപോളും മറക്കാൻ പാടില്ല. അതിനു വേണ്ടി ഭഗവാനായിട്ട് ആ മരത്തിൻ്റെ ഇടയിൽ ചെന്ന് ഇങ്ങനെ ഒരു അടയാളം, അമ്മയെ ഒരു ദിവസം പോലും മറക്കാൻ പാടില്ല. പാശ്ചാത്യർക്ക് ഒരു ദിവസമേ ഉള്ളൂ. അവർക്ക് മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ ഒരു ദിവസം പോയി നമസ്കരിച്ച് ഏതെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ മതി. നമ്മൾക്ക് ഒരു ഡേ പോരാ, എല്ലാ ഡേയും നമസ്കരിക്കണം, എല്ലാ ഡേയും നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ എപ്പോഴും അമ്മയെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഗോപി കണ്ണനക്ക് കൊടുത്ത പ്രസാദമാണ്. അങ്ങനെ ഭഗവാനക്ക് ദാമോദരൻ പേര് കിട്ടി. ദാമോദരൻ പറഞ്ഞാൽ ദാമം കയർ, ഉദരം വയർ. ആ വയറ്റിൽ കയർ ചിഹ്നമായതുകൊണ്ടാണ് ദാമോദരൻ. ഈ ദാമോദരൻ്റെ ഭക്തൻ ആരാണോ അവൻ, ഈ ദാമോദരനായ ഭഗവാൻ ഉറളും വലിച്ചു കൊണ്ടുപോയതുപോലെ ദാമോദര ഭക്തൻ ലോകം മുഴുവൻ വലിക്കാനുള്ള കഴിവുള്ള ആളായി മാറും. അതാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്ര ദാമോദര ദാസ്, അതാണ് പേര്. നരേന്ദ്രമോദി പറയാറില്ലേ, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് നരേന്ദ്ര ദാമോദര ദാസ്. ഒരു ദാമോദരൻ്റെ ദാസനായി ഇരുന്നാൽ മതി, ലോകം മുഴുവനും ഭഗവാൻ ഉറൾ വലിച്ചതുപോലെ ലോകം മുഴുവൻ വലിക്കാനുള്ള ശക്തി ഉണ്ടാവും. അതാണ് ദാമോദര ഭഗവാന്റെ പെരുമ ഇവിടെ കാണിച്ചു തരുന്നു. അങ്ങനെ ഭഗവാന്റെ ഈ ദാമോദര ലീലയോട് തത്കാലം നമുക്ക് സമർപ്പിക്കാം. പിന്നെ ഒരു ചെറിയ ഒരു കഥ കൂടി വർണ്ണിക്കുന്നുണ്ട്, അതും കൂടി പറയാം. ഈ ഗോകുലത്തിൽ ഒരു മുത്തശ്ശി എല്ലാ ദിവസവും ഞാവൽ പഴം പ്രധാനമായിട്ടും കൂടെ ചില പഴങ്ങളും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ക്രീണീഹി ഭോഫലാനീതി ശ്രുത്വാ സത്വരമച്യുതഃ ഫലാർത്ഥി ധാന്യമാദായ യയൗ സർവഫലപ്രദഃ. പഴം വേണോ പഴം, പഴം വേണോ പഴം, പഴം പോലും പറയാൻ പറ്റില്ല മുത്തശ്ശിക്ക്, പഴം വേണോ പഴം അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ കണ്ണൻ്റെ ഒപ്പം കുട്ടികളൊക്കെ വന്ന് മുത്തശ്ശി എനിക്ക് പഴം പഴം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പഴം കൊടുക്കും. ചില ആളുകൾ ധാന്യം കൊടുക്കും, ചില ആളുകൾ പൈസ കൊടുക്കും. അത് മേടിച്ച് എല്ലാവർക്കും പഴം കൊടുക്കുമ്പോൾ കണ്ണനക്ക് മാത്രം ഫ്രീ ആയിട്ട് കൊടുക്കും ഒരു 4 പഴം. അങ്ങനെ എല്ലാ ദിവസവും കണ്ണനക്ക് ഫ്രീ ആയിട്ട് പഴം കൊടുക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ വിചാരിച്ചു ഈ മുത്തശ്ശിക്ക് നമ്മൾ അനുഗ്രഹിക്കണം തീരുമാനിച്ചു. ഒരു ദിവസം എടുത്തു എല്ലാ പഴവും കഴിച്ചു. പിന്നെ ഭഗവാൻ അവിടെ ചാക്കിൽ നിന്നും കുറച്ച് നെല്ല് എടുത്ത് ഓടി വരുമ്പോൾ തന്നെ അത് പകുതി താഴെ വീണു. പിന്നെ 2 നെല്ല് മണി മാത്രമേ ഉണ്ടായിരുന്നു. അത് മുത്തശ്ശിയുടെ കൊട്ടയിൽ ഇങ്ങനെ തട്ടി ഭഗവാൻ പോയി. കണ്ണൻ പോകുന്ന ആ സൗന്ദര്യം നോക്കിയിരുന്ന മുത്തശ്ശി പിന്നെ നോക്കുമ്പോഴാണ് രത്നൈഹി ഫലഭാണ്ഡം അപൂരിച്ച്, ഫലൈരപൂരയത് രത്നൈഹി ഫലഭാണ്ഡം അപൂരിച്ച്. മരകതം, ഗോവേദകം, വൈഡൂര്യം, പുഷ്പരാഗം, ഇങ്ങനെ നവരത്നങ്ങൾ മിന്നുന്നുണ്ട് ആ കൊട്ടയിൽ. അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലാക്കി ഈ സാധാരണ ഉണ്ണിയില്ലേ ദൈവശിശുവാണെന്ന് മനസ്സിലാക്കി. പിന്നെ കണ്ണനെ നേരിട്ട് നോക്കി ഇങ്ങനെ അളന്ന് വച്ചിട്ടുണ്ട്. ഈ നവരത്നങ്ങൾ കൊണ്ട് ആ മുത്തശ്ശി എന്ത് ചെയ്തു? നവരത്ന കിരീടം, നവരത്ന കുണ്ടലം, നവരത്ന കങ്കണം, നവരത്ന മാള്, ഇങ്ങനെ നവരത്നം കൊണ്ട് നിറച്ചും കണ്ണനക്ക് ആഭരണങ്ങളൊക്കെ ചെയ്തു. നമ്മളൊക്കെ എന്ത് ചെയ്തും നവരത്നം കിട്ടിയാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടി, കൊണ്ടുപോകാമെന്ന് കൊണ്ടുപോകും. ഭഗവാൻ അങ്ങനെയാണ് വിചാരിച്ചു. ഈ മുത്തശ്ശിക്ക് രത്നങ്ങൾ കൊടുത്തില്ലേ, ഇതൊക്കെ വിറ്റ് കാശാക്കി ബാങ്കിലിട്ട് പിന്നെ ഒരു വീടും മേടിച്ച് പിന്നെ ഒരു ഭക്ഷണത്തിന് പാചകത്തിന് വേറൊരു മുത്തശ്ശിയും തുണയ്ക്ക് വെച്ച് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കും എന്ന് വിചാരിച്ചു. ഈ മുത്തശ്ശി എന്ത് ചെയ്തു? കിട്ടിയ രത്നം മുഴുവൻ വീണ്ടും ആഭരണമാക്കി ഭഗവാനക്ക് തന്നെ സമർപ്പിക്കാൻ വന്നു. വീണ്ടും വന്നു, പഴം വേണോ പഴം. അപ്പോൾ കണ്ണൻ വിചാരിച്ചു എന്താ 1 മാസം 2 മാസം ഈ ആഭരണം ചെയ്യാനേ. അപ്പോൾ മുത്തശ്ശിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടാവും, ബന്ധുക്കൾ. എന്താ നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ്
ആ മുത്തശ്ശി പറഞ്ഞു, കണ്ണാ, ശരിക്കും രത്നം നീയല്ലേ? ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാംഗന യൗവന ഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം ഭജാമഹേ യാദവ വംശരത്നം. നീയല്ലേ രത്നം? ശരിക്കും നീലക്കല്ല് നീതല്ലേയാണ്. കല്ലുവേനോ നീത നീരം കോലും നല്ല കല്ലുവേനോ മല്ല വൈരിപ്പേരോലൊണ്ണ കല്ലുവേണമോ. ആ രത്നക്കല്ല് നീ തന്നെയാണെന്ന് പറഞ്ഞത്. ഈ സാധാരണ കല്ല് എനിക്ക് വേണ്ട, ഇത് നീ തന്നെ വെച്ചോളൂ. കണ്ണനക്ക് നവരത്ന കിരീടവും നവരത്ന ആഭരണമൊക്കെ ചാർത്തി. ഇത് ഭാഗവതത്തിൽ ഭഗവാൻ രത്നം കൊടുത്തു, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറമുള്ള ലീല ഗുരുനാഥൻ പറയും. അങ്ങനെ വീണ്ടും ആഭരണമാക്കി കണ്ണനക്ക് സമർപ്പിച്ചപ്പോൾ കണ്ണൻ അമ്മയെ വിളിച്ചു, അമ്മേ അമ്മേ എന്നെ വന്ന് നോക്കൂ. യശോദ വന്ന് നോക്കുമ്പോൾ കണ്ണൻ സർവാഭരണ ഭൂഷിതനായിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, ഈ രത്നാഭരണം എവിടെ കിട്ടി? കണ്ണൻ വിളിച്ചു, എൻ്റെ മുത്തശ്ശി കൊടുത്തതാണ്. നിൻ്റെ മുത്തശ്ശിയാണ്. എനിക്ക് അറിയാതെ നിൻ്റെ മുത്തശ്ശി ആരാണ്? അപ്പോൾ വാതിൽ പഴം വെക്കുന്ന മുത്തശ്ശിയെ കാണിച്ചു കൊടുത്തപ്പോൾ യശോദ ചോദിച്ചു, എന്താ എൻ്റെ കുട്ടിക്ക് ആഭരണം കൊടുത്തല്ലോ? അപ്പോൾ മുത്തശ്ശി കണ്ണൻ കൊടുത്തതാണ് പറഞ്ഞാൽ മനസ്സിലാവുമ്പോൾ സംശയം. അപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പേരക്കുട്ടിയായി കണക്കാക്കി കൊടുത്തതാണ്. അപ്പോൾ യശോദ പറഞ്ഞു, കണ്ണനക്ക് കഥ പറയാൻ ഒരു മുത്തശ്ശി ഇവിടെ ഇല്ലേ? എപ്പോഴും എന്നോട് കഥ പറയണം പറയുന്നുണ്ട്. അപ്പോൾ കണ്ണനക്ക് കഥ പറയാൻ എനിക്ക് ഒരു മുത്തശ്ശി ഉണ്ടായാൽ സൗകര്യമായി, വെറും എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചോളൂ. അങ്ങനെ ഒപ്പം കണ്ണനോടൊപ്പം താമസിപ്പിച്ചു. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. ഭക്തൻ എന്തെങ്കിലും ഭഗവാനുക്ക് സമർപ്പിച്ചാൽ ഭഗവാൻ വീണ്ടും തിരിച്ചു കൊടുക്കും. ആദ്യം പഴം കൊടുത്തപ്പോൾ ഭഗവാൻ രത്നങ്ങളെ കൊടുത്തു. പക്ഷേ ആ മുത്തശ്ശി ചെയ്തു, ആ രത്നങ്ങളെ കൊണ്ടുപോകാതെ വീണ്ടും തിരിച്ചു കൊടുത്തു ഭഗവാനുക്ക്. അപ്പോൾ ഭഗവാൻ സ്വന്തം കൂടെ തന്നെ ആ മുത്തശ്ശി നിർത്തി വച്ചു. അതാണ് ഭക്തൻ്റെ ഭക്തിയും ഭഗവാന്റെ കാരുണ്യവും രണ്ടും ചേർത്ത് പറയുന്ന ഒരു രംഗമാണ് ഈ കഥ. ഇതുവരെ ഗോകുല ലീല സമർപ്പിക്കുന്നു. ഇതിന് ശേഷം വൃന്ദാവന ലീലകളാണ്. വൃന്ദാവന ലീലകൾ കഴിഞ്ഞ് പിന്നെ മധുരാലീലയും കഴിഞ്ഞ് ദ്വാരക ലീലയിലാണ് ഭഗവാൻ രുക്മിണിയെ സ്വീകരിക്കുന്ന രുക്മിണി സ്വയംവരം. ഇന്ന് വൈകുന്നേരം 5:30 ശേഷം ആ രുക്മിണി സ്വയംവരം നമുക്ക് പാരായണം ചെയ്ത് ആഘോഷിക്കാം. കല്യാണമാവാത്ത കുട്ടികൾക്ക് ആ സമയത്ത് പങ്കെടുത്ത് പറനിറയ്ക്കാം. അതേപോലെ മാല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. മാല പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർക്ക് വേണ്ടി മാല സമർപ്പിക്കാം. പിന്നെ കല്യാണം കഴിച്ച ആൾക്കും മര്യാദയ്ക്ക് ഇടിപിടി കൂടാതെ കുടുംബം കൊണ്ടുപോകണ്ടേ? കല്യാണം കഴിച്ചിട്ട് കാര്യമില്ലേ? പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്, ഒന്നിച്ച് ചേർന്ന് ബീച്ച് പോകുന്നു, ഒന്നിച്ച് ചേർന്ന് വണ്ടിയിൽ പോകുന്നു, പിന്നെ എന്താ ഒന്നിച്ച് ചേർന്ന് കോടതിക്ക് പോകുന്നു. അങ്ങനെ പോകരുത്. അങ്ങനെ എല്ലാ സമയത്തും ഒന്നിച്ചിരിക്കാം. അതിനു വേണ്ടിയും നമുക്ക് ഭഗവാനുക്ക് മാല സമർപ്പിക്കാം. പറഞ്ഞിരിക്കുന്നത് വിശേഷമാണ്. ഇന്ന് വൈകുന്നേരം കല്യാണത്തോട് നമുക്ക് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ബോലോ നാരായണ ജൈ ജൈ വിഠ്ഠല. ബോലോ നാരായണ ജൈ ജൈ വിഠ്ഠൽ. ലക്ഷ്മീ നാരായണ രംഗ രംഗ വിഠ്ഠല. ലക്ഷ്മീ നാരായണ രംഗ രംഗ. ഗോവിന്ദ വിഠ്ഠല ഗോപാല വിഠ്ഠല. ഗോവിന്ദ വിഠ്ഠല ഗോപാല വിഠ്ഠല. ശ്രീരംഗ വിഠ്ഠല പാണ്ഡുരംഗ വിഠ്ഠല. ശ്രീരംഗ വിഠ്ഠല പാണ്ഡുരംഗ വിഠ്ഠല. ബോലോ നാരായണ ജൈ ജൈ വിഠ്ഠല. ബോലോ നാരായണ ജൈ ജൈ വിഠ്ഠല. चादारमण मुकुंद मुरारे शरणं मे तव चरणयुगं. पवनपुरेश राधा कृष्ण शरणं मे तव चरणयुगम्.